രാത്രികാലം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ആമേൻ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ആ വലിയ കർത്താവ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിലും ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ നമ്മുടെ ആരാധന നോക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ നമ്മുടെ മനസ്സിൻ്റെ വേദനകളെ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ നല്ല കർത്താവ് ആമേൻ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നമ്മൾ അനുഗ്രഹമുള്ളവരായി ആമേൻ ആമേൻ സമാധാനം പ്രാപിച്ചവരെ മടങ്ങി പോകാൻ സ്വർഗമിടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ താക്കോൽ വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു, റോമൻ കാരാഗ്രഹത്തിലായിരുന്നു. ലേഖനങ്ങളിലെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് എഫെസ്യ ലേഖനം. ആമേൻ ഹല്ലേലൂയ. എഫേസ്യർ, കൊലോസ്യർ, ഫിലോമോൻ, ഫിലിപ്പിയ ലേഖനം, അതുപോലെ തന്നെ 2 തെസ്സലോനിക്ക ലേഖനം. ഈ 5 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഈ കാരാഗ്രഹത്തിൽ എങ്ങനെ അകപ്പെട്ടു? ആമേൻ. ആ ദേശത്ത് റോമ പട്ടണത്തിൽ ചെന്നു ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ, അവിടെ ദൈവത്തിൻ്റെ വചനം ഉയർന്നപ്പോൾ ആ ദേശത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ആ വാഴ്ച, ആ ദേശത്തിൻ്റെ വാഴ്ച അല്ലെങ്കിൽ അതിനെ ഭരിക്കുന്ന, ആ ദേശത്തെ ഭരിക്കുന്ന ആ ലോകത്തിൻ്റെ അധികാരി ആമേൻ ആ വാഴ്ചയുടെ ശക്തി, ആ പിശാചിൻ്റെ ശക്തി ആ പ്രദേശത്തുള്ള ആ ദേശത്തുള്ള ഭരണാധികാരികൾ ഇടപെട്ടിട്ട് ആമേൻ ഹല്ലേലൂയ പൗലോസിനെ പിടിച്ച് തടവിലാക്കി കളഞ്ഞു. അങ്ങനെ പൗലോസ് തടവിലായിരിക്കുമ്പോൾ ആമേൻ അവിടെ ഒരു ഭക്തനെ തകർത്ത് കളയാൻ ഒരിക്കലും പിശാചിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കഴിയുകയില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആമേൻ തൻ്റെ ആ ജയിൽവാസ കാലത്ത് ഇരുന്നു കൊണ്ട് അതിമനോഹരമായിട്ടുള്ള എഫെസ്യ ലേഖനം, ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന എഫെസ്യ ലേഖനം എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് പൗലോസിനെ അനുവദിച്ചു. അവൻ ശത്രു അവനെ ഒടുക്കിക്കളയാം, ഇനി അവൻ പ്രവർത്തിക്കത്തില്ല, അവനെ ഒരു മൂലയ്ക്ക് ജയിലിലാക്കി അവൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് ശത്രു പ്ലാൻ ചെയ്തപ്പോൾ, മറുഭാഗത്ത് ഇന്ന് 2025 വർഷം കഴിഞ്ഞതിന് ശേഷവും ലോകം മുഴുവനും എഫെസ്യ ലേഖനം പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ അതിലൂടെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരിക്കൽ ഈ ലേഖനം എഴുതിയ പൗലോസിനെ ആമേൻ ഇത് എഴുതുന്ന സമയത്ത് ഹല്ലേലൂയ ശത്രുവായവൻ, വാഴ്ചകളുടെ മേലും അധികാരമുള്ളവൻ, ലോകാധിപതി, സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയായവൻ പിശാച് അവന് കാരാഗ്രഹത്തിൽ അടച്ച് എന്നേക്കുമായി നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചപ്പോൾ ഇതാ ലോകത്തെ ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായ എഫെസ്യ ലേഖനം എഴുതുവാൻ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ ഇന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പിശാചിൻ്റെ ആമേൻ ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ആ അധികാരങ്ങൾ ഹല്ലേലൂയ ലോകത്തിൻ്റെ അധിപതികൾ ആമേൻ സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനകൾ നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരായി കടന്നു വരുമ്പോൾ ഇത് എഴുതിയ പൗലോസിനെ മാതൃകയാക്കാൻ ഈ ദിവസത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ഈ മെസ്സേജിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ആമേൻ അപേക്ഷിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആ പ്രതിസന്ധിയുടെ നടുവിൽ മനോഹരമായ ഒരു ലേഖനം എഴുതിയതുപോലെ ആമേൻ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് 3 ഭാഗങ്ങളായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ആമേൻ ഹല്ലേലൂയ അവിടെ നമ്മൾ വായിച്ചല്ലോ ആമേൻ ആമേൻ ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ടെന്ന് നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഈ ലോകം ആരുടെ ആയിരുന്നു, ആരെ ഏൽപ്പിച്ചു, ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നു, അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും എഫെസ്യ സഭ എങ്ങനെ നേരിട്ടു. ആമേൻ. അടുത്ത രണ്ടാമത്തെ ഭാഗത്തിൽ അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്തിൽ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എങ്ങനെ നേരിടണം.
ഇങ്ങനെ 3 ഭാഗങ്ങളായി ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത് ആമേൻ, ഈ ലോകം, ആമേൻ, നമ്മളിപ്പോൾ ഈ ലോകത്തിലാണ് വസിക്കുന്നത്. ഈ ലോകം ആരാണ് സൃഷ്ടിച്ചത്? നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു, ഇത് ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു. പക്ഷേ ദൈവം എന്തു ചെയ്യുന്നറിയാമോ? മനോഹരമായി ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ആമേൻ ഇത് മനുഷ്യൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുത്തു. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചിട്ട് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതജാതികൾമേലും സകല ഭൂചര ജന്തുക്കൾ വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആമേൻ. അങ്ങനെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് ദൈവം മനുഷ്യൻ്റെ കയ്യിലോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വാഴുവാൻ സകല അധികാരങ്ങളും കൊടുത്തു. സകല മൃഗങ്ങൾക്കും പേരിട്ടത് ആദാമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ കൊടുത്തു. അങ്ങനെ കടന്നു വരുന്ന സമയത്താണ് ആമേൻ ഈ പിശാചായവൻ കടന്നു വന്നു. ആമേൻ, അവരെ വഴിതെറ്റിച്ചു, പാപം ചെയ്യിപ്പിച്ചു. ആമേൻ, ഇപ്പോൾ പാപം ചെയ്തത് മുഖാന്തരം പിശാചിൻ്റെ അടിമയായി മാറി ഈ മനുഷ്യൻ. പിശാചിൻ്റെ അടിമയായി മാറിയപ്പോൾ ആമേൻ ഈ മനുഷ്യൻ്റെ യജമാനൻ പിശാചായി മാറി. ആമേൻ, അങ്ങനെ വന്നപ്പോൾ ഈ അടിമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സകല സമ്പത്തും സകല സ്വത്തുമെല്ലാം യജമാനൻ്റെ കയ്യിലായി, പിശാചിൻ്റെ കയ്യിലായി. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പിശാച് അത് സ്വന്തമാക്കി, ഈ ലോകത്തിൻ്റെ അധികാരത്തെ സ്വന്തമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഈ പിശാച് എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അധികാരത്തെ സ്വന്തമാക്കിയതിന് ശേഷം ഈ സകല ഭൂഖണ്ഡങ്ങളുടെ മേലും അവൻ ഒരു വാഴ്ചയെ, ഒരു അധികാരത്തെ നിയമിച്ചു. സകല രാജ്യങ്ങളുടെ മേലും ഒരു വാഴ്ചയെ, ഒരു അധികാരത്തെ നിയമിച്ചു. സ്വർലോകത്തിൻ്റെ മേലൊരു ദുഷ്ടാത്മസേനയെ ഏൽപ്പിച്ചിട്ട് ഭക്തൻ്റെ പ്രാർത്ഥനയൊന്നും സ്വർഗത്തിലെത്താതെ വണ്ണം തടസ്സമാകേണ്ട അവൻ ഒരു ദുഷ്ടാത്മസേനയെ മണ്ഡലങ്ങളിൽ ഏൽപ്പിച്ചു, ആകാശ മണ്ഡലങ്ങളിൽ ഏൽപ്പിച്ചു. താഴെ ഭൂമിയിൽ രാജ്യങ്ങളുടെ മേൽ ഏൽപ്പിച്ചു. ആമേൻ, പട്ടണങ്ങളുടെ മേൽ ഒരു അധികാരത്തെ, ഒരു വാഴ്ചയെ ഏൽപ്പിച്ചു. ആമേൻ, ഗ്രാമങ്ങളുടെ മേൽ ഒരു വാഴ്ചയെ, ഒരു അധികാരത്തെ ഏൽപ്പിച്ചു. ആമേൻ, അവരുടെ ഭരണാധികാരിയുടെ മേൽ ഒരു വാഴ്ചയെ, ഒരു അധികാരത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ഭൂമി മുഴുവനും അവൻ തൻ്റെ അധികാരത്തെയും തൻ്റെ വാഴ്ചയെയും തൻ്റെ ശക്തിയെയും തൻ്റെ തന്ത്രങ്ങളെയും മനുഷ്യരിലൂടെയും വിഗ്രഹങ്ങളിലൂടെയും മതങ്ങളിലൂടെയും ലോകത്തിലേക്ക് സ്ഥാപിച്ചു. അതിൻ്റെ എല്ലാം പ്രഥമ കാരണമെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് ഈ വാഴ്ചകളും ഈ അധികാരങ്ങളും ഒക്കെ ഈ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ചത്, ഈ പിശാച് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ആമേൻ. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, രക്ഷയുടെ മാർഗം, ആമേൻ, പാപിയെ രക്ഷിക്കുന്ന, നിത്യതയിലേക്ക് എത്തിക്കുന്ന, മരണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന, അവന് നിത്യജീവൻ നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, അവൻ്റെ ജീവിതത്തിന് മാറ്റം നൽകുന്ന, അവൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന, അവനൊരു നിത്യ അവകാശം നൽകുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട മാർഗത്തിൻ്റെ, ആ സുവിശേഷത്തിൻ്റെ, ആ ക്രിസ്തുവിൻ്റെ പ്രകാശനം ശോഭിക്കാതെ ഇരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം ആമേൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു, തൻ്റെ വാഴ്ചയാലും തൻ്റെ അധികാരത്താലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, അങ്ങനെ വാഴ്ചയാലും അധികാരത്താലും ആമേൻ തകർത്ത് കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആ മനുഷ്യനെ നേടുവാൻ, ആ ലോകത്തിൽ പാർക്കുന്ന മനുഷ്യനെ നേടുവാൻ കർത്താവ് എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, ഒന്ന് വായിക്കാമോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം
അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും ആ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. താഴോട്ട് വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി അവരെ കാഴ്ചയാക്കി. അപ്പോൾ ഹല്ലേലൂയ, ഇതുവരെയും അധികാരം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ അടിമയാക്കി അവൻ്റെ നിന്നും അധികാരം തട്ടിയെടുത്ത് കയ്യിൽ വെച്ചിരുന്ന പിശാചിൻ്റെ അതിനുശേഷം വാഴ്ചകളെയും അധികാരങ്ങളെയും നൽകിയ പിശാചിനെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ അവൻ്റെ കയ്യിൽ നിന്നും ആ അധികാരങ്ങളെയും അവൻ്റെ വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിൽ ഹല്ലേലൂയ ജയോത്സവം കൊണ്ടാടി നമ്മുടെ യേശു. ഹല്ലേലൂയ, ജയോത്സവം കൊണ്ടാടി അതിലൂടെ നമുക്ക് അതിമഹത്തായ ഒരു രക്ഷയെ നൽകി. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമാലേഖനത്തിൽ വായിക്കുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് അവൻ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. റോമാലേഖനം 6:6 ആ വാക്യം പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോട് കൂടെ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്കിപ്പോൾ ആ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ക്രിസ്തു ജയിച്ചതുകൊണ്ട്, ആ ക്രിസ്തുവിന് കൂട്ടവകാശിയായതുകൊണ്ട് നമ്മളും ഇപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ജയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ, ഹല്ലേലൂയ, ഞാൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും മനസ്സിലാക്കി അതിനെ പരാജയപ്പെടുത്തി അതിന് മേൽ ജയമെടുത്ത ഒരു യേശുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനാൽ ഹല്ലേലൂയ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ഒരു പിശാചിനും ഒരു ലോകത്തിൻ്റെ അധികാരത്തിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള വിശ്വാസം അനുദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടായി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എഫെസ്യ സഭ എങ്ങനെ നേരിട്ടു? പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിക്കാം. നമുക്കതിനു വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക്. ആമേൻ. അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു ഭാഗമുണ്ട് അവിടെ. അതിൻ്റെ പ്രത്യേകിച്ച് 19-ാം വാക്യം. അവൻ എഫെസോസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ ഈ പൗലോസ് തൻ്റെ മിഷൻ യാത്രയിൽ ഒരിക്കൽ എഫെസോസിലെത്തി. അവിടെ അവൻ്റെ കൂട്ടുകാരെ അവിടെ ആക്കിയതിനു ശേഷം അവിടെ കുറച്ച് നേരം ദൈവവചനം സംസാരിച്ചു. അത് കേട്ടപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ കുറച്ച് കാലം കൂടെ എൻ്റെ അടുത്ത് ഇവിടെ താമസിച്ചിട്ട് സുവിശേഷം പറയാൻ പറഞ്ഞു. അപ്പോൾ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, അന്ന് വായിക്കും താഴോട്ട്. ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു. എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. മതി. ഇതാണ് ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എഫെസോസിലേക്ക് പൗലോസ് കാലുകുത്തുന്ന സമയമാണിത്. ആമേൻ. അവിടെ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. പറ്റത്തില്ല, ദൈവഹിതമാണെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ യാത്ര തുടർന്നു. കപ്പൽ കയറി അതിന് മുകളിൽ പഠിക്കുമ്പോൾ അവൻ സുറിയയിലേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ചതായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, അവിടെ നമ്മളിങ്ങനെ ചിന്തിക്കണം. ആമേൻ. ദൈവഹിതമാണെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തു. ഇനിയും 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ഒന്ന് നിർത്തണേ, നമുക്ക് പതുക്കനെ ഒന്ന് ചിന്തിച്ചു പോകാം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ഇതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം എഫെസോസിലെത്തിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ എന്താ പറഞ്ഞേ? ദൈവഹിതമാണെങ്കിൽ ഞാൻ മടങ്ങി വരാം.
ഇവിടെ എന്താ ഇപ്പോൾ പൗലോസ് എവിടെ എത്തി? എഫെസോസിലെത്തി. അതിൻ്റെ അർത്ഥം ദൈവം അവനോട് പറഞ്ഞു നീ എഫെസോസിൽ പോകണം. ആമേൻ. ദൈവഹിത പ്രകാരം പൗലോസ് എഫെസോസിലെത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കണേ. ദൈവഹിത പ്രകാരം പൗലോസ് ഇപ്പോൾ എഫെസോസിലെത്തി. ആമേൻ. അതിന് താഴോട്ട് വായിച്ചേ. എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് നമുക്ക് പതുക്കെ ചിന്തിച്ചു പോകാം. പൗലോസ് ദൈവഹിത പ്രകാരം എഫെസോസിൽ എത്തിയപ്പം ചില ശിഷ്യന്മാർ, അതായത് അവരൊരു 12 പേരുണ്ട്. ആ ശിഷ്യന്മാർ ഒരു 12 പേരുണ്ട്. ഈ 12 പേരൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പം പൗലോസ് എടുത്ത് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചു എന്ന്. കാരണം പൗലോസ് വന്നപ്പോൾ ഇതാ പരിപാടി. പൗലോസ് അത് കണ്ട ഉടനെ പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധ ആത്മാവല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചോ. അടുത്ത ചോദ്യം. ഉടനെ അവർ പറയുന്ന ഉത്തരം നിങ്ങൾ കേൾക്കണേ. വായിച്ച താഴോട്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവനോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവര് പറയാ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സിറ്റുവേഷൻ. ഇവരാണ് എന്നിട്ട് ഇവർ ആരാധിക്കുക. അപ്പം ഉടനെ തന്നെ പൗലോസ് അടുത്ത ചോദ്യം. അപ്പം നിങ്ങൾ ആരുടെ നാമത്തിലാണ് സ്നാനമേറ്റ, ഏത് സ്നാനമാണ് നിങ്ങൾ ഏറ്റത് എന്ന് ചോദിച്ചു അവരോട്. യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. യോഹന്നാന്റെ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. മതി. ഈ യോഹന്നാന്റെ മാനസാന്തരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആമേൻ, അത് ഇതിവിടെ വന്ന് പഠിപ്പിച്ച ആരാന്നറിയുമോ? അത് ഈ 18:24 ഒന്ന് വായിച്ചേ. 18:24 അത് വന്ന ഈ യോഹന്നാന്റെ സ്നാനം അലക്സാന്ദ്രിയക്കാരനായ വാഗ്വൈഭവം തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. മതി. ഇവിടെ മനസ്സിലായോ? ഈ അപ്പല്ലോസ് എന്ന് പറഞ്ഞ വ്യക്തി അവന് ഈ ഉണർവിൻ്റെ സമയത്ത് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ മാർഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ ഏറ്റിരിക്കുന്ന സ്നാനം യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമാണ്. ഈ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനത്തിൻ്റെ പ്രത്യേകത എന്താ? യേശുവിനെ വിശ്വസിച്ച, അവിടെ 4-ാം വാക്യത്തിൽ 19:4 യോഹന്നാൻ്റെ മാനസാന്തരം അത്രേ കഴിപ്പിച്ചത് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം. അപ്പം പൗലോസ് പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവന് ആരാണോ അവനെ ഉടനെ നീ യേശുവിൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിന്നെ സ്നാനപ്പെടുത്തുന്നു. അത് മാനസാന്തര സ്നാനമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ ആമേൻ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആമേൻ, അവൻ്റെ തിരുരക്തത്താൽ എൻ്റെ സകല പാപങ്ങൾക്കും മോചനം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും യേശു ക്രിസ്തു മാത്രം കർത്താവെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സകലതും ലോകത്തോട് വേർപാട് പെട്ടുകൊണ്ട് ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുന്ന സ്നാനമാണ് ആമേൻ കർത്താവ് നൽകുന്ന സ്നാനം. അതിനോടനുബന്ധിച്ച് 2ാമത്തെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവിൻ്റെ സ്നാനമാണ്. അത് അവൻ കാര്യസ്ഥനായ പരിശുദ്ധ ആത്മാവ് അവൻ സ്നാന അനന്തരം നമ്മുടെ ശരീരത്തിലേക്ക് കാത്തിരിക്കുന്നവരുടെ മേലേക്ക് വരുന്ന മാനസാന്തര അഭിഷേകത്തിൻ്റെ സ്നാനമാണ്. അവൻ അങ്ങനെ 2 സ്നാനമേ അവൻ പുതിയ നിയമത്തിലുള്ളൂ. പക്ഷേ ഇവിടെ ഇവരെ ഏറ്റിരിക്കുന്നത് യോഹന്നാന്റെ സ്നാനമാണ്. അപ്പോൾ താഴോട്ട് വായിക്കാം. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും. 5-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അങ്ങനെ വിശദമായി പറഞ്ഞപ്പോൾ എഫെസോസുകാർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിപ്പോൾ ആമേൻ. അതിനുശേഷം അവരുടെ മേൽ കൈവച്ചപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധ ആത്മാവിൽ അവർ പ്രാപിച്ചു, അത് അന്യഭാഷകളിൽ ആമേൻ അത് പ്രവചിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
ആ പുരുഷന്മാരെല്ലാം കൂടി 12 പേരുണ്ടായിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, ആ ചിലർ എന്ന് പറയുന്നവർ 12 പേരുണ്ടായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എഫെസോസിൽ ആദ്യമായിട്ട് സഭ ആരംഭിക്കുന്നത് ഞങ്ങൾ കുറച്ച് പുരുഷന്മാർ ചേർന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളൊരു 12 പുരുഷന്മാർ, ഞങ്ങൾ പുരുഷന്മാരുടെ ഗ്യാങ് ചേർന്നിട്ടാണ് എഫെസോസിൽ ആദ്യമായിട്ട് സഭ ആരംഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, ഫിലിപ്പിയ ലേഖനം തുടങ്ങുമ്പോൾ ലുദിയ എന്ന് പറഞ്ഞൊരു സഹോദരിയിൽ നിന്നാണ് ഫിലിപ്പിയ സഭ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ സഭ ആരംഭിച്ചു. ഇവിടെ ആത്മീയ എൻ്റെ ഒന്ന് വായിക്കണേ, അതിൻ്റെ തൊട്ട് താഴെ 10ാമത്തെ വാക്യം. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. 11ാമത്തെ വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ? അവിടെയുള്ള അവിടെ എല്ലാം പൗലോസ് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 വർഷത്തെ കാലം എഫെസോസിൽ സുവിശേഷം അറിയിച്ചത് ആ സമയങ്ങളിലൊക്കെയും ആമേൻ ഹല്ലേലൂയ പൗലോസിലൂടെ ആമേൻ അസാധാരണമായ വൻകാര്യങ്ങളെ ഈ എഫെസോസിൽ ആമേൻ പരിശുദ്ധ ആത്മാവിലൂടെ ദൈവം അവിടെ ചെയ്തെടുത്തു. ആമേൻ ഹല്ലേലൂയ. ഈ പൗലോസിന്റെ റൂമൽ ആമേൻ അവൻ്റെ റൂമൽ അവൻ്റെ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അവൻ ഒരു അറ്റം, അല്ലെങ്കിൽ അവൻ റൂമലെന്ന് ഉപയോഗിക്കുന്ന യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഒരു തോലിടുന്ന ഇതുണ്ട്. അവൻ അതവർ ദേഹത്ത് തട്ടുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ദേഹത്തൊന്ന് സ്പർശിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ വ്യാധികൾ മാറുവാൻ തുടങ്ങി, ദുരാത്മാക്കൾ വിട്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ നടന്നു. ആമേൻ 12 പേരായി തുടങ്ങിയ എഫെസോസ് സഭ ആമേൻ ഹല്ലേലൂയ വളർന്നു പന്തലിച്ചു. അവിടെ വലിയ ഒരു സഭ സ്ഥാപിച്ചു. ആമേൻ ഏഷ്യ മൈനറിൽ ആമേൻ 1ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സഭകളിൽ വെച്ച് ഏറ്റവും വലിയ സഭ എഫെസോസ് സഭയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എഫെസോസ് പട്ടണത്തെക്കുറിച്ച് പഠിച്ചാൽ ആമേൻ ഹല്ലേലൂയ തത്വജ്ഞാനികളും ആമേൻ ദുർമന്ത്രവാദികളും ആമേൻ ഹല്ലേലൂയ അനേക മന്ത്രവാദികളും അതുപോലെ തന്നെ ആമേൻ കച്ചവടക്കാരും ഒക്കെ അടങ്ങുന്ന അനേക ദേശത്തു നിന്ന് വന്നു പാർക്കുന്ന ഒരു വലിയ പട്ടണമാണ് ആസ്യ എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ഈ എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. ആ പട്ടണത്തിൽ ഇപ്പോൾ അനേക യഹൂദന്മാരും യവനന്മാരും തിങ്ങിപ്പാർക്കുന്ന അവിടെ ഇപ്പോൾ വലിയ ഒരു കൂട്ടം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് എഫെസോസ് സഭ സ്ഥാപിതമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ ഒരിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ അവിടെ ആ വാഴ്ചകളും അധികാരങ്ങളും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ ദൈവദാസനെതിരെ, ആ സഭയ്ക്കെതിരെ, വ്യക്തികൾക്കെതിരെ ആമേൻ ആ ദേശത്തിൻ്റെ അധിപതി, ആ ദേശത്തിൻ്റെ മേൽ ഭരണം നടത്തുന്ന, വാഴ്ച നടത്തുന്ന ആ പിശാച് ഉടനെ തന്നെ തൻ്റെ അടുത്തൊരു തന്ത്രവുമായി ഇറങ്ങി. താഴോട്ടൊന്ന് വായിക്കാം. 13ാം വാക്യം. മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? പൗലോസും കൂട്ടരും അവർക്ക് ശിഷ്യന്മാർ ആ 12 പേരും അനേകരും ചേർന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് സഭ വളർന്നുകൊണ്ടിരിക്കുമ്പം അവിടെയുള്ള മന്ത്രവാദികൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് കൊള്ളാലോ, എല്ലാവരും ഇപ്പം പൗലോസിൻ്റെ കൂടെയാണല്ലോ പോകുന്നത്, എല്ലാവരും ഇപ്പം ആ ദൈവത്തിൻ്റെ കൂടെ ആണല്ലോ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മന്ത്രവാദികളിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഞാനും കൂടെ അതൊന്ന് എടുത്ത് എനിക്കും കൂടെ അവർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രവാദികളായ യഹൂദന്മാർ ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആണയിടുവാൻ തുടങ്ങി. എന്നിട്ട് ഭൂതങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ പോകുവാൻ പറഞ്ഞു. അപ്പോൾ ഭൂതം ആമേൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാം അതിൻ്റെ 15ാമത്തെ വാക്യം. ദുരാത്മാവ് അവരോട്
യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, Praise the Lord. പൗലോസിനെയും പരിചയമുണ്ട്. Praise the Lord. എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണേ, ആമേൻ. ഇവിടെ ഈ പിശാച്, ഇവർ പുരോഹിതനോട് പിശാച് ഇങ്ങോട്ട് പറയാ, എനിക്ക് യേശുവിനെ അറിയാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, എനിക്ക് പൗലോസിനെ അറിയാം. ദൈവവൈദ്യത്തിലെ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ, ഹല്ലേലൂയ, നിന്നിൽ നിന്ന് 2 അടി അകലം മാറിയേ പിശാച് നടക്കുകയുള്ളൂ. കാരണം പിശാചിനറിയാം നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. ആമേൻ, പിശാചിനറിയാം നിന്റെ മേൽ ഒരു രക്തത്തിന്റെ മുദ്രയുണ്ടെന്ന്. പിശാചിനറിയാം നീ ഒരു സർവ്വ സൈന്യത്തിന്റെ അകമ്പടിയിൽ ജീവിക്കുന്ന ദൈവ പൈതലാണെന്ന്. പിശാചിനറിയാം ഇവന്റെ നേതാവ് യേശു എന്ന് പറയുന്നവൻ സർവനാമത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും സ്വർലോകത്തിന്റെ മേലും അധികാരമുള്ള ഒരു യേശുവാണെന്ന് പിശാചിനറിയാം. Praise the Lord. പിശാച് പറയുകയാണ്, യേശുവിനെ എനിക്കറിയാം. അയ്യോ, യേശുവിന്റെ നാമം പറയുന്ന, യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന പൗലോസിനെയും എനിക്കറിയാം. പക്ഷെ നീ ആരാ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നീ ആരാ? അപ്പം അതിനുശേഷം എന്താ ചെയ്യുന്നറിയോ? താഴോട്ട് പഠിക്കുമ്പോൾ, പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. കണ്ടോ, ഇതാണ് ആമേൻ. ദൈവകൃപയില്ലാതെ പിശാചിനെ ഇളക്കാൻ ചെന്നുള്ള അവസ്ഥ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. കൃപ വേണം, വിശുദ്ധി വേണം, വേർപാട് വേണം, ദൈവവചനത്തിലുള്ള ഉറപ്പ് വേണം. എങ്കിൽ മാത്രമേ ആമേൻ പിശാച് കീഴടങ്ങുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മുടെ വസ്ത്രവും കൊണ്ടുപോകും. ആമേൻ, പ്രൈസ് ലോർഡ്. ഇവിടെ അതാ സംഭവിച്ചേ. പുരോഹിതന്മാർ അവിടെ 7 പേരാ അത് കേട്ടോ. പുരോഹിതന്മാർ 7 പേരുടെ ഓടിയ വഴി കണ്ടില്ല. ആമേൻ, അതിൻ്റെ അർത്ഥം അവർക്ക് കൃപയില്ലായിരുന്നു. കൃപയുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഈ പിശാച് പറയും, അയ്യോ, പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, ഞാൻ അവരെ ഒന്നും പറയത്തില്ല, ഞാൻ അവരെ ഒന്നും ചെയ്യുകയുമില്ല, കാരണം എനിക്കതിന് കഴിയത്തില്ല. ആമേൻ, അവരുടെ മേലുള്ള ശക്തി, ആമേൻ, ആമേൻ, ആ ശക്തിയെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പിശാച് പറയും. വാഴ്ചകളും അധികാരങ്ങളും ആമേൻ, ആമേൻ, നമിക്കുന്ന, തിരുസന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദുരാത്മാവ് പോയി. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 19-ാം വാക്യം, ശുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറേ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അപ്പം പൗലോസ് എഫെസോസിൽ തുടങ്ങിയ സഭയുടെ ഒരു പ്രത്യേകത കണ്ടോ? ആമേൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും മന്ത്രവാദികളെയും ഹല്ലേലൂയ ശുദ്രക്കാരെയും എല്ലാം തോൽപ്പിച്ച് ആമേൻ അവരുടെ മേൽ ജയമെടുത്തുകൊണ്ട് ആമേൻ ദൈവനാമത്തിനെതിരെ വന്ന അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുത്തിട്ട് ആമേൻ എഫെസോസിൽ സ്ഥാപിച്ച സഭയാണ് എഫെസോസ് സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദേശത്ത് ഈ സഭ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഈ സഭ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സഭയിൽ നമ്മൾ വിശ്വാസികളായി വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഈ സഭ എങ്ങനെ ദൈവം കാത്തു പരിപാലിക്കുന്നു, ഈ സഭ ഈ ദേശത്ത് മുടിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, ശത്രുവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടു പോകാതെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടു പോകാതെ ഇരിക്കുന്നു, അതുപോലെ തന്നെ ഈ സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ആമേൻ മാതാപിതാക്കൾ മുതൽ സഹോദരന്മാർ അടങ്ങുന്ന എല്ലാവരും തന്നെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ മുദ്രയിട്ടവരും അവൻ ദൂതന്മാരുടെ കാവലുള്ളവരും നിങ്ങളുടെ യാത്രകളിലൊക്കെയും ഒരു വാഴ്ചകൾക്കോ ഒരു അധികാരങ്ങൾക്കോ ഒരു ശക്തിക്കോ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ്. ഈ ശക്തിയെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ജയമെടുത്തവരാണ്, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുത്തവരാണ് നമ്മൾ. എഫെസോസ് സഭ ഇവിടെ വളർന്നു പന്തലിച്ചു. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് താഴോട്ട് പഠിക്കുമ്പോൾ വീണ്ടും എതിർപ്പുകൾ വന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ദേശത്തുള്ള ആമേൻ
ദെമത്രിയോസ് എന്ന് പറഞ്ഞൊരു തട്ടാൻ്റെ മേൽ ആ ദേശത്തിൻ്റെ പിശാച് വാഴ്ചയുടെ അധികാരി അവൻ്റെ മേൽ കയറിയിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് പൗലോസിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവൻ മുഖാന്തരം ഞങ്ങളുടെ വിഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങൾക്കെതിരെ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസിനെയൊക്കെ പിടിച്ച് അവിടുത്തെ മന്ത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് ശിക്ഷ വിധിക്കേണ്ടതിന് കൊണ്ടുചെന്നു. എന്നാൽ ഒടുവിൽ ഈ 19-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 30 ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിലും ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയാൽ അതു നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം. ആ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവൻ സഭ പിരിച്ചുവിട്ടു. ആ ദേശാധിപതി എന്ത് ചെയ്തെന്നറിയുമോ? ആ ദേശത്തിൻ്റെ നിയന്ത്രിക്കുന്ന അധികാരി എന്ത് ചെയ്യുന്നറിയുമോ? ഈ പിടിച്ച പൗലോസിനെയും കൂട്ടരെയും നോക്കിയിട്ട് പറഞ്ഞു, ഇവർക്കെതിരെ കുറ്റം ചുമത്താൻ പറ്റിയതായ കുറ്റങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദെമത്രിയോസ് എന്ന് പറഞ്ഞ തട്ടാൻ അവരുടെ മേൽ ചുമത്തിയ കുറ്റത്തിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ശത്രുവായവൻ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ദൈവമകനെതിരെ ദൈവമക്കൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞാൽ നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തട്ടിക്കളയുവാൻ ദൈവത്തിന് കഴിയും. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഒരിക്കലും നമ്മുടെ മേൽ തൊടുക പോലുമില്ല. കാരണം ഒരു വാഴ്ചയ്ക്കും ഒരധികാരത്തിനും നമ്മളെ തൊടാൻ പോലും കഴിയത്തില്ല. കാരണം നമ്മൾ യേശുവിൻ്റെ കൂടെയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ഉറപ്പോടും ധൈര്യത്തോടും നമുക്ക് നിൽക്കാം. എഫെസോസ് സഭ അത് വളർന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് റോമ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് എഫെസ്യ ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു പൗലോസ്. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഈ സിംഹത്തിൻ്റെ കൂടെ കളിച്ചവൻ പൂച്ചയെ കണ്ടാൽ പേടിക്കുമോ? ഒരിക്കലും ഇല്ല. അതേ അനുഭവം അവിടെ ചെന്ന് സഭ സ്ഥാപിച്ചപ്പം അവിടുത്തെ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലുമൊക്കെ ധൈര്യത്തിൽ നിന്ന് അതിനെ കീഴ്പ്പെടുത്തിയ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവിടുത്തെ ചില ചിന്തകളും ചില ആൾക്കാർ അവിടെ നുഴഞ്ഞു കയറുന്നു, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ പൗലോസ് അവർക്ക് എഴുതുകയാണ്, അയ്യോ നമുക്ക് പോരാട്ടം, അന്ന് ഞങ്ങൾ പോരാടി ജയിച്ചത് ഹല്ലേലൂയ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മിൽ സഭയിലുള്ളവർ തമ്മിൽ ഹല്ലേലൂയ മിണ്ടാതെ സംസാരിക്കാതെ സ്നേഹം പങ്കുവെക്കാതെ ഹല്ലേലൂയ ആത്മീക സ്നേഹത്തിൽ ഇരിക്കാതെ കോപവും പിണക്കവും കൊണ്ട് നടക്കാതെ തമ്മിൽ വൈരാഗ്യം വെക്കാതെ നമുക്ക് പോരാട്ടമുള്ളത് അങ്ങനെ നമ്മുടെ ജഡത്തിലല്ല, മറിച്ച് ഹല്ലേലൂയ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാകും പ്രൈസ് ദി ലോർഡ് എന്ന് പൗലോസ് പറയുകയാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ രണ്ടാമത്തെ ഭാഗവും ഞാനവിടെ എൻ്റെ ചിന്തകളെ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നാം വിശുദ്ധിയിലും വേർപാടിലും നിലനിന്നാൽ ദൈവത്തിൽ ഉറച്ച് ദൈവവചനത്തിൽ നിന്നാൽ ഒരു അധികാരത്തിനും ഒരു വാഴ്ചകൾക്കും നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് പുതിയ നിയമവിശ്വാസി വാഴ്ചകളെയും അധികാരങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് ഈ എഫെസ്യ ലേഖനം എഴുതിയപ്പോൾ ഓരോ അധ്യായത്തിലും 6 അധ്യായങ്ങളുണ്ട്. 6 അധ്യായത്തിലും ഓരോ കാര്യം വെച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ ഇതിൻ്റെ മേൽ ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 6 കാര്യങ്ങൾ കൂടെ സംസാരിച്ച ശേഷം ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുതിയ നിയമവിശ്വാസി ഈ വാഴ്ചകളോടും അധികാരങ്ങളെയും എങ്ങനെ നേരിടണമെന്നുള്ളതിന് ഹല്ലേലൂയ പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധ ആത്മാവിനെ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്നത് അളവില്ലാതെ. പഴയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഒരു അളവ് വെച്ചാൽ കൊടുത്തത്. അതായത് നിങ്ങൾ ഗിദെയോൻ്റെയും ശിംശോൻ്റെയും പ്രവാചകന്മാരുടെ ഒക്കെ ഒരു ചരിത്രം എടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ചെന്നു 300 കുറുക്കന്മാരെ പിടിച്ച് വാലിൽ കെട്ടി തീവിട്ട് അയച്ചു. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ താടിയെല്ലാം എടുത്ത് ഇത്ര വരെ അടിച്ചു കൊന്നു. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ പ്രവചിച്ചു. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ അസ്ഥികൂമ്പാരത്തോട് പ്രവചിച്ചു. ഇങ്ങനെ ആത്മാവ് വന്നും പോയും ഇരുന്ന ഒരു കാലമായിരുന്നു പഴയ നിയമകാലം എന്ന് പറയുന്നത്.
മനസ്സിലായ, ആത്മാവ് വന്നും പോയി വരുന്നൊരു കാലം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ആമേൻ. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ആമേൻ. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അതായത് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ആത്മാവിനെ ഇഷ്ടമുള്ളപ്പോൾ തന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്ന ഒരു ആത്മാവല്ല. ആമേൻ. അളവ് കൂടാതെ, അളവ് കൂടാതെ, ആമേൻ, അത്യന്ത, ആമേൻ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അളവ് അത്യന്ത ശക്തിയെ ആമേൻ നമ്മുടെ മേൽ നൽകിയിരിക്കുക. ആമേൻ. അളവ് കൂടാതെ ഈ അത്യന്ത ശക്തിയെ, പ്രൈസ് ദി ലോർഡ്, 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് അളവ് കൂടാതെ തന്നിരിക്കുന്ന എന്തിനാണെന്നറിയുമോ? ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരായി കടന്നു വരുമ്പോൾ, ആമേൻ, നമ്മുടെ മുകളിലുള്ള അത്യന്ത ശക്തിയാൽ, അളവ് കൂടാത്ത ശക്തിയാൽ, ആമേൻ, അതിനെ ജയിക്കുവാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, അതിനെ ജയിക്കുവാൻ, ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളെ ദൂരത്തു നിന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ജയിക്കുവാൻ വേണ്ടിയാണ് അളവ് കൂടാതെ ആത്മാവിനെ നമ്മുടെ മേൽ നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നൽകിയിരിക്കുന്ന നമ്മൾ, ആമേൻ, ഈ തന്ത്രങ്ങളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും എങ്ങനെ നേരിടണമെന്ന് പൗലോസ് എഫെസ്യ ലേഖനത്തിലൂടെ പറയുകയാണ്. 6 അധ്യായങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ, 6 അധ്യായങ്ങൾ 6 കാര്യങ്ങൾ. ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതാണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ 2 പ്രാർത്ഥനകളുണ്ട് ഈ കാരാഗ്രഹ ലേഖനത്തിൽ. കാരാഗ്രഹ പ്രാർത്ഥന എന്നാണ് ഇതിന് പറയുന്നത്. പൗലോസിൻ്റെ 2 പ്രാർത്ഥനകളാണ് എഫെസ്യ ലേഖനത്തിലുള്ളത്. ഒന്നാമത്തത് 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യവും, രണ്ടാമത് 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുമാണ് 2-ാമത്തെ കാരാഗ്രഹ പ്രാർത്ഥന കിടക്കുന്നത്. അങ്ങനെ 2 പ്രാർത്ഥനയിൽ ഒരു വിഷയമാണ്, ആമേൻ, വിശ്വാസികളെല്ലാവരും അളവ് കൂടാതെ, ആമേൻ, അവൻ്റെ അത്യന്ത ശക്തിയെ, ആമേൻ, അവൻ്റെ ആ അളവറ്റ വലിപ്പം, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ വാഴ്ചകളോട് പോരാടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് പൗലോസ് 1-ാം അധ്യായത്തിലൂടെ നമുക്ക് തരുന്നൊരു ദൂത്. ആമേൻ. ഇനി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, പ്രൈസ് ദി ലോർഡ്, 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്, ഒരു ദൈവ പൈതൽ, ആമേൻ, ആമേൻ, വാഴ്ചകളോടും അധികാരങ്ങളോടും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജയമെടുത്ത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഏക ആത്മാവിനാൽ പണിയപ്പെടണം. ഏക ആത്മാവിനാൽ പണിയണം. അതായത്, ആമേൻ, നാം സഭയിൽ വരുമ്പോൾ നാം എല്ലാം ഒരേ ആത്മാവിൻ്റെ ശക്തിയുടെ അധീനതയിലുള്ളവരാണ്. ആമേൻ. ആ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ ആ ഒരേ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു വാഴ്ചകൾക്കും ഒരു അധികാരങ്ങൾക്കും ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്കും നമ്മളെ ഒന്ന് തൊടാൻ പോലും കഴിയത്തില്ലെന്നേ. നമ്മളെല്ലാം ഒരു മനസ്സോടെ കൂട്ടായ്മ ആചരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി, ആമേൻ, ഒരു വിശ്വാസി, ആമേൻ, പോരാടണമെങ്കിൽ 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. 3-ന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പങ്കാളികളുമാകണം
ആമേൻ. മൂന്നാമതായി ഒരു ദൈവ പൈതൽ ആമേൻ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കാൻ പോരാടുമ്പോൾ അതിൻ്റെ മേൽ ജയം കിട്ടണമെങ്കിൽ നാം സുവിശേഷത്തിൻ്റെ കൂട്ടവകാശികളായിരിക്കണം. ആമേൻ. സുവിശേഷത്തിൻ്റെ കൂട്ടവകാശികളായിരിക്കണം. അതായത് ഒരു സഭയുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സഭയുടെ ദൈവദാസന് മാത്രമല്ല സുവിശേഷം പറയുവാനുള്ള ചുമതല അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ എല്ലാവരുടെ മേലുമുള്ള ഉത്തരവാദിത്വമാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുക, അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുക, ആമേൻ ആമേൻ, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെ സുവിശേഷത്തിന് അവകാശിയാകുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യേക സംരക്ഷണം ഉണ്ടാകുകയും അവൻ അതിൻ്റെ മേൽ ജയമെടുക്കുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ ആമേൻ വാഴ്ചകളോടും അധികാരങ്ങളോടും ജയമെടുക്കേണ്ടതിന് ആമേൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Praise the Lord. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ ആമേൻ. 4-ാമത്തെ അധ്യായത്തിലൂടെ പൗലോസ് വിളിച്ചു പറയുന്നത്, ദൈവമക്കളെ നിങ്ങളെ ഞങ്ങൾ ആത്മാവിനാൽ ഒരേ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ഓരോ ദൈവ പൈതലിനെയും ഓരോ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. എന്താണ് മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കത്ത് ആമേൻ ഹല്ലേലൂയ അതിൻ്റെ ഒരു മുദ്രയിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് അത് അയച്ചു കഴിഞ്ഞാൽ അത് അയക്കുന്ന വ്യക്തിക്ക് പിന്നീട് അതിൻ്റെ മേൽ തുറന്നു നോക്കാനും പറ്റത്തില്ല. അത് ആരുടെ പേരിലാണോ അയച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ അത് തുറന്നു നോക്കുവാൻ കഴിയുള്ളൂ. കാരണം അതിനകത്തൊരു മുദ്രയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് പോകുന്ന വഴിക്ക് ആമേൻ മറ്റുള്ള ആർക്കും അത് തുറന്നു നോക്കാൻ നിയമപരമായിട്ട് അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമാണ്. അതിൻ്റെ അർത്ഥം അത് തെറ്റാണ്. ആമേൻ എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു വീട്, ഒരു ഗവൺമെൻറ് ആമേൻ ഒരു വീട് ജപ്തി ചെയ്തിട്ട് അവരൊരു ഒരു മുദ്രയിട്ട് വെച്ചാൽ പിന്നെ ആ വീട് തുറക്കാൻ വേറൊരാൾക്കും കഴിയത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ആമേൻ ജയമെടുത്ത രക്തത്താൽ ഹല്ലേലൂയ പുണ്യാക രക്തത്താൽ ആമേൻ മുദ്രയിട്ട് അവൻ്റെ ആത്മനാളിന് വേണ്ടി, ആ വിശുദ്ധിയുള്ള നാളിന് വേണ്ടി, ആ പ്രത്യാശയുള്ള നാളിന് വേണ്ടി ഹല്ലേലൂയ ആ നിത്യതയ്ക്ക് വേണ്ടി മുദ്രയിട്ട് വെച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും തൊടുവാൻ ഈ ലോകത്തിലുള്ള ഒരു വാഴ്ചകൾക്കോ ഒരു അധികാരങ്ങൾക്കോ ഒരു ലോകാധിപതി ശക്തികൾക്കോ ഒരു ലോകത്തിൻ്റെ ദുഷ്ടാത്മ ശക്തികൾക്കോ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമവിശ്വാസി വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുവാൻ വേണ്ടി 5-ാം അധ്യായത്തിൽ ആമേൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 5:18 ഒന്ന് വായിക്കാമോ? അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എന്നെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും. അഞ്ചാമതായിട്ട് വാഴ്ചകളോടും അധികാരങ്ങളോടും ഒരു ദൈവ പൈതൽ ജയമെടുക്കണമെങ്കിൽ ആമേൻ ആമേൻ അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ മേൽ നമുക്ക് ജയമെടുക്കണമെങ്കിൽ ആമേൻ നമ്മൾ ഒരേ ആത്മാവിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ആരാധന മുടക്കാതെ ആരാധനയ്ക്ക് ആർത്തിയോടെ കടന്നു വരുന്നവരായിരിക്കണം. ആരാധനയെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രത്യേക ആമേൻ ഒരു നിയോഗം പ്രാപിക്കുവാൻ, ആത്മാവിനെ പ്രാപിക്കുവാൻ, ആരാധനയിലുള്ള സന്തോഷം പങ്കുവെക്കുവാൻ ആമേൻ ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരു മനസ്സോടെ ആമേൻ സമയത്ത് കടന്നു വരുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആമേൻ ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇത് ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും നമുക്ക് ജയിക്കണമെങ്കിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആത്മാവിൽ ആരാധിക്കണം. ആമേൻ,
അന്യഭാഷയിൽ ആരാധിക്കണം. അന്യഭാഷ അടയാളത്തോട് കൃപാവരങ്ങളോടുകൂടി ആരാധിക്കണം. ആ ആരാധനയെങ്കിൽ ശത്രുവിൻ്റെ കെട്ടുകൾ പൊട്ടും, വാഴ്ചകൾ പൊട്ടും, അധികാരങ്ങൾ ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനയുടെ അധികാര പദവികൾ പൊട്ടിത്തകരും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്നവരായിരിക്കണം, ഒരേ ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും വാഴ്ചകളോടും അധികാരങ്ങളോടും നമുക്ക് പോരാടി ജയിക്കണമെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു, 6:18 വായിക്കാമോ? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വാഴ്ചകളോടും അധികാരങ്ങളോടും ജയമെടുക്കണമെങ്കിൽ, ശത്രു നിന്റെ മുൻപിൽ വരുമ്പം ആമേൻ തോറ്റുപോകണമെങ്കിൽ, ആമേൻ ശത്രു ഒരുക്കുന്ന കെണിയിൽ നിന്ന് നീ രക്ഷപ്പെടണമെങ്കിൽ, ശത്രു നിന്നെ തകർത്ത് കളയാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആമേൻ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഞാൻ അവസാനമായി പറയട്ടെ, ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേക ജനവും രാജകീയ പുരോഹിത വർഗവുമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ധൈര്യത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഐക്യതയിലും കൂട്ടായ്മയിലും ആരാധനയിലും അഭിഷേകത്തിലും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീക സന്തോഷത്തെ പങ്കുവെക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ സന്ദേശം നമുക്കിന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ദൈവദാസൻ മുഖാന്തരം നമുക്ക് നൽകി തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം.